നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹലോ ഡോക്ടറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഹാർട്ട് അറ്റാക്ക് കൂടി വരുന്ന സാഹചര്യമാണുള്ളത്, പ്രത്യേകിച്ചും ചെറുപ്പക്കാരിൽ. ഹൃദയാഘാതത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇന്ന് ഹലോ ഡോക്ടർ സംസാരിക്കുന്നത്. നമുക്കൊപ്പമുള്ളത് പത്തനംതിട്ട അടൂർ ലൈഫ് ലൈൻ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റും ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റുമായ ഡോക്ടർ ശ്യാം ശശിധരനാണ്. ഡോക്ടർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. സംശയ നിവാരണത്തിനായി പ്രേക്ഷകർക്ക് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഡോക്ടർ, ആദ്യം തന്നെ ചോദിച്ചുകൊള്ളട്ടെ, ഹൃദയാഘാതം, ഹൃദയസ്തംഭനം, ഹാർട്ട് ഫെയിലിയർ, എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം? നമ്മൾ സാധാരണയായിട്ട് ഇതെല്ലാം ഒരേ ടൈപ്പ് അസുഖമാണെന്ന് ധരിക്കാറുണ്ട്. എന്നാലും ഇതിൽ തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഹൃദയാഘാതം എന്ന് പറയുന്നതാണ് നമ്മൾ സാധാരണ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്ന അസുഖത്തിന്റെ മലയാള പദം. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഹൃദയം നിങ്ങൾക്കറിയാവുന്നതുപോലെ പേശികളാൽ നിർമ്മിതമായ ഒരു അവയവമാണ്. അപ്പൊ ഈ ഹൃദയത്തിന്റെ പ്രത്യേകതരം പേശികളിലേക്ക് രക്തം എത്തിക്കുന്ന 3-4 രക്തക്കുഴലുകൾ, പ്രധാനമായിട്ട് രക്തധമനികൾ ഉണ്ടാവാറുണ്ട്. ഈ രക്തധമനികളിൽ വളരെ പെട്ടെന്ന് ഉണ്ടാകുന്ന ബ്ലോക്കുകൾ അല്ലെങ്കിൽ രക്തയോട്ട തടസ്സം തന്മൂലം ഉണ്ടാകുന്ന പേശികളുടെ ഡാമേജ്, ഈ അവസ്ഥയാണ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. എന്നാൽ ഹൃദയസ്തംഭനം എന്ന് പറയുന്നത് കാർഡിയാക് അറസ്റ്റ് എന്നതിന്റെ മലയാള പദമാണ്. കാർഡിയാക് അറസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹാർട്ട് നോർമലി ഒരു സാധാരണഗതിയിൽ മിനിറ്റിൽ 60 മുതൽ 100 വരെ വളരെ കാര്യക്ഷമമായി മിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവയവമാണ്. ഈ മിടിപ്പ്, ഹൃദയമിടിപ്പ് പെട്ടെന്ന് ഇല്ലാതാവുന്ന അവസ്ഥ, ഹാർട്ടിന്റെ ഇടിപ്പ് നിൽക്കുന്ന അവസ്ഥയാണ് കാർഡിയാക് അറസ്റ്റ് അല്ലെങ്കിൽ ഹൃദയസ്തംഭനം എന്ന് പറയുന്നത്. ഈ ഒരു സാഹചര്യം വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. നമ്മൾ സമയാനുസൃതമായിട്ട് പെട്ടെന്ന് ഇടപെട്ടില്ലെങ്കിൽ, അതായത് നമ്മൾ CPR കൊടുക്കുക, ഷോക്ക് കൊടുക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതുപോലെയുള്ള ചികിത്സ പെട്ടെന്ന് നടത്തിയില്ലെങ്കിൽ രോഗി മരണപ്പെട്ടു പോകാവുന്ന ഒരവസ്ഥയാണ് ഹൃദയസ്തംഭനം. ഹാർട്ട് അറ്റാക്കിന്റെ പരിണിത ഫലമായിട്ട് ഹൃദയസ്തംഭനം ഉണ്ടാവാം. ഹാർട്ട് അറ്റാക്ക് ഇല്ലാതെയും ഹൃദയസ്തംഭനം ഉണ്ടാകാനുള്ള കാരണങ്ങളുണ്ട്. എന്നാൽ ഹാർട്ട് ഫെയിലിയർ ഇതിൽ നിന്ന് കുറച്ചുകൂടെ വ്യത്യാസമായിട്ടുള്ള ഒരു രോഗാവസ്ഥയാണ്. ഹാർട്ട് ഫെയിലിയറിന്റെ കൃത്യമായ മലയാള പദം ഉണ്ടോന്ന് അത്ര വ്യക്തമല്ല. ഹൃദയപരാജയം എന്നൊക്കെ ഉപയോഗിക്കാറുണ്ട്. അത് എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് ഞാൻ പറയാം. അതായത് നമുക്ക് ജീവന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളിലേക്കും രക്തം പമ്പ് ചെയ്യുന്ന ജോലിയാണ് ഹൃദയത്തിൻ്റെത്. ഏതെങ്കിലും കാരണവശാൽ ഈ പമ്പിംഗ് പ്രവൃത്തി കാര്യക്ഷമമല്ലാതെ വരുന്ന അവസ്ഥയാണ് ഹാർട്ട് ഫെയിലിയർ എന്ന് പറയുന്നത്. ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. ഡോക്ടർ, അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഹാർട്ട് അറ്റാക്ക് ഇപ്പോൾ കൂടി വരുന്നത്, അതും പ്രത്യേകിച്ചും ചെറുപ്പക്കാരിൽ? നമ്മൾ ലോകമെമ്പാടും നോക്കിയാലും ഹാർട്ടിന്റെ അസുഖങ്ങൾ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള അസുഖങ്ങളാണ് നമ്പർ 1 മരണകാരണം. അതിൽ കുറച്ച് നാളുകളായിട്ട് വികസിത രാഷ്ട്രങ്ങളിൽ ഹാർട്ട് അറ്റാക്കിന്റെ തോതുകൾ കുറഞ്ഞു വരുന്നുണ്ട്. എന്നാൽ അതേസമയം ഇന്ത്യ പോലെയുള്ള വികസ്വര രാഷ്ട്രങ്ങളിൽ, പ്രത്യേകിച്ച് കേരളത്തിലും ഹൃദയാഘാതത്തിന്റെ തോത് കൂടി വരുന്നതായിട്ടാണ് കാണുന്നത്. ഈ നിങ്ങൾ പറഞ്ഞ പോലെ ചെറുപ്പക്കാരിലും ഹാർട്ട് അറ്റാക്കിന്റെ തോത് കൂടി വരുന്നതായി കാണുന്നുണ്ട്. ഇതിൽ പ്രധാനമായിട്ടുള്ളത് ഇതിന്റെ കാരണം ജീവിതശൈലി രോഗങ്ങളും നമ്മുടെ ജീവിതചര്യയും ഒക്കെ തന്നെയാണ്. അതായത് രക്താതിസമ്മർദ്ദം അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ, പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റിസ് അല്ലെങ്കിൽ കൊളസ്ട്രോൾ, അമിത കൊളസ്ട്രോൾ ഉണ്ടാവുക, പൊണ്ണത്തടി, പിന്നെ വ്യായാമം ഇല്ലാതിരിക്കുക, നമ്മുടെ ഇന്നത്തെ ജീവിതചര്യയിൽ ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദം, പിരിമുറുക്കം, സ്ട്രെസ് എന്നൊക്കെ പറയുന്ന അവസ്ഥ, ഇതെല്ലാം കൂടി വരുന്ന കാരണം ഹാർട്ട് അറ്റാക്കിന്റെ തോത് കൂടി വരുന്നുണ്ട്. നമ്മൾ അത്ര കണ്ട് ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത, എന്നാൽ ഈ അടുത്ത കാലത്തായിട്ട് കൂടുതൽ നമ്മൾ സ്ട്രെസ് ചെയ്യുന്ന 1-2 കാര്യങ്ങളുണ്ട്. നമ്മുടെ എയർ പൊല്യൂഷൻ ഒക്കെ പോലെയുള്ള ചില കാര്യങ്ങളും ഹാർട്ട് അറ്റാക്കിന്റെ തോത് വർദ്ധിപ്പിക്കുന്നതായി കാണുന്നുണ്ട്. ഡോക്ടർ, അതുപോലെ തന്നെ ആർക്കൊക്കെയാണ് ഈ ഹൃദയാഘാതം വരാനുള്ള സാധ്യത കൂടുതൽ? അതായത് പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രായപരിധിയോ രോഗാവസ്ഥയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതുപോലെ തന്നെ ആരൊക്കെ ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്? നമ്മൾ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കുന്ന റിസ്ക് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ അതിൽ നമുക്ക് റിസ്ക് ഉണ്ടാക്കുന്ന കാര്യങ്ങളെ 2ആയിട്ട് തരംതിരിക്കാം. ഒന്ന്, നമുക്ക് ഫലപ്രദമായിട്ടുള്ള ഇടപെടലുകൾ ചെയ്യാൻ സാധിക്കുന്ന ചില കാര്യങ്ങൾ, അത് പറ്റാത്ത ചില കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ റിസ്ക് ഉള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് ഏജ് നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല, എന്നാലും പ്രായത്തിനനുസരിച്ച്, പ്രായം കൂടുന്നതനുസരിച്ച് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യത കൂടി വരും. സ്വാഭാവികമായിട്ടുള്ള മരണം ഉണ്ടാകുന്ന ഒരു അസുഖമാണ് ഹാർട്ട് അറ്റാക്ക്. അപ്പോൾ ഏജ് കൂടുന്നതോറും ഹാർട്ട് അറ്റാക്കിന്റെ ഇൻസിഡൻസ് കൂടി വരുന്നു. അതുപോലെ തന്നെ മെയിൽ സെക്സ്, പുരുഷന്മാർക്കാണ് കൂടുതലായിട്ട് ഹാർട്ട് അറ്റാക്ക് വരുന്നത്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെയുള്ള മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സിൽ ജീവിതശൈലി രോഗങ്ങൾ, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, ഇതൊക്കെ കൂടുതലായിട്ടുള്ളവർക്ക് ഹാർട്ട് അറ്റാക്ക് തീർച്ചയായിട്ടും വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ കിഡ്നിയുടെ അസുഖം,
പിന്നെ ഒബേസിറ്റി, പൊണ്ണത്തടിയുള്ളവര്, പിന്നെ വലിയ ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ലാതെ ഇരുന്നുള്ള ജോലികൾ കൂടുതലായിട്ട് ചെയ്യുന്ന ആളുകൾ, മാനസിക സമ്മർദ്ദം കൂടുതലുള്ള ജോലികളിൽ ഏർപ്പെടുന്ന ആളുകൾ, ഉറക്കം കിട്ടാതിരിക്കുന്ന ആളുകൾ, ഇങ്ങനെയുള്ളവരൊക്കെ പൊതുവെ നമ്മൾ ഹാർട്ട് അറ്റാക്ക് എന്നുള്ള അസുഖം വരാൻ സാധ്യത കൂടുതലുള്ളവരാണ്. ഇതിനു പുറമെ വീണ്ടും നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളിൽ ഈ പറഞ്ഞ പോലെ ജനറ്റിക് കാര്യങ്ങൾ, ചില കുടുംബങ്ങളിലൊക്കെ നമ്മൾ നോക്കിയാൽ അറിയാം, കുടുംബത്തിലുള്ള എല്ലാവർക്കും അച്ഛന്, സഹോദരങ്ങൾക്ക് എല്ലാം ഹാർട്ട് അറ്റാക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ ജനിതകമായിട്ടുള്ള ഒരു വശവും ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കുന്നതിന് കാരണമാവുന്നുണ്ട്. ഡോക്ടർ, ഇപ്പോൾ നമ്മോടൊപ്പം ഒരു പ്രേക്ഷക ചേരുന്നുണ്ട്. കൊടുങ്ങല്ലൂരിൽ നിന്നും ഷീബയാണ് ചേരുന്നത്. ഷീബ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. നമസ്കാരം ഷീജ. കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഡോക്ടറെ, എനിക്കൊരു 2 വർഷത്തോളം ഈ കൊറോണ കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഈ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോ നെഞ്ചും പുറവും വേദന. അപ്പൊ ഞാനിപ്പോ അടുത്ത് ചെസ്റ്റിന്റെ ഡോക്ടറെ കണ്ടിരുന്നപ്പോ ഡോക്ടർ പറഞ്ഞു കാർഡിയോളജിസ്റ്റിനെ കാണിക്കാൻ. കാർഡിയോളജിസ്റ്റിനെ ഞാൻ കണ്ടപ്പോ ഡോക്ടർ പറഞ്ഞു ECG ഒക്കെ എടുത്തിട്ട് അതിലൊന്നും കുഴപ്പമില്ല എന്നാണ് പറയണേ. എക്കോ ടെസ്റ്റ് നടത്തി, അതിലൊന്നും കുഴപ്പമില്ല. പക്ഷെ എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ ജോലികൾ എന്തെങ്കിലും ചെയ്യുമ്പോ നീരിറക്കത്തിന്റെ അസുഖമുണ്ട്. അപ്പൊ ജോലികൾ എന്തെങ്കിലും ചെയ്യുമ്പോ ഇങ്ങനെ ശ്വാസവും കിട്ടൂല, നെഞ്ചും പുറവും വേദന. അതെന്താണ് ഡോക്ടർ? എത്ര വയസ്സാണ് ഷീജയ്ക്ക്? എത്ര എനിക്ക് വയസ്സാണ്? 50 വയസ്സ് കഴിഞ്ഞു. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ എന്തെങ്കിലും അസുഖത്തിന് മരുന്ന് കഴിക്കുന്നുണ്ടോ? കൊളസ്ട്രോള് 276 വരെ ഉണ്ടായിരുന്നു. ഇപ്പൊ അത് മരുന്ന് കഴിച്ച് ഇപ്പൊ 218 കുറഞ്ഞിട്ടുണ്ട്. ഷുഗർ ഒന്നുമില്ല. ശരി. നമ്മുടെ രക്തബന്ധത്തിലുള്ള ആർക്കെങ്കിലും ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള അസുഖങ്ങൾ വന്നിട്ടുണ്ടോ? എന്റെ അമ്മയ്ക്ക് ഹാർട്ട് സംബന്ധമായിട്ടുള്ള വലിയതായിട്ടല്ല, ചെറുതായിട്ടാണെങ്കിലും അമ്മ കൊളസ്ട്രോൾ ഉണ്ട്, ഷുഗർ ഉണ്ട്, പിന്നെ BP ഒക്കെ കൂടുതൽ കൊള്ള ആളാണ്. ശരി. ഇപ്പൊ ഷിജ പറഞ്ഞ അസുഖത്തിൽ നിന്ന് കൃത്യമായിട്ട് ഹാർട്ടിന്റെ അസുഖം ഉണ്ട് എന്ന് ഉറപ്പ് പറയുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ കൊറോണ പൊതുവെ ആളുകൾക്കൊരു ഭീതി ഉണ്ട്. അതായത് കൊറോണ വന്നതിന് ശേഷം ഹാർട്ടിന്റെ അസുഖം കൂടുതലായിട്ട് വരും, അല്ലെങ്കിൽ വാക്സിൻ എടുത്തതിനോടനുബന്ധിച്ച് ഹാർട്ടിന്റെ അസുഖം കൂടുതലായിട്ട് കാണുന്നു. അതിന് ആക്ച്വലി ആദ്യത്തെ നമ്മുടെ 1-2 വേവ് കൊറോണയുടെ വന്ന സമയത്ത് കണ്ടത് ഹാർട്ടിന്റെ അസുഖം കൂടുന്നതായിട്ട് അങ്ങനെ വ്യക്തമായ തെളിവുകളൊന്നുമില്ല. പിന്നെ നമ്മൾ പറഞ്ഞ ഇതിൽ നിന്ന് ECG, എക്കോയിലൊക്കെ വ്യത്യാസം വരുന്നത് നമ്മളൊരു ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള അസുഖങ്ങൾ ഓൾറെഡി വന്നു കഴിഞ്ഞാൽ മാത്രമേ അതിൽ വ്യത്യാസം വരികയുള്ളൂ. നമ്മളുടെ കേസിൽ ഹാർട്ടിന് അസുഖം ഉള്ളത് കൊണ്ടാണോ ഈ നെഞ്ചിന് ബുദ്ധിമുട്ട് എന്നറിയാനായിട്ട് ട്രെഡ്മിൽ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് വളരെ നന്നായിരിക്കും. ട്രെഡ്മിൽ ടെസ്റ്റ് നെഗറ്റീവ് ആണെങ്കിൽ ട്രെഡ്മിൽ ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്. നമ്മളൊരു ബെൽറ്റിൽ കുറച്ചു നേരം ഓടിക്കൊണ്ട് ECG എടുക്കുന്ന ടെസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് അറ്റാക്കിന് മുമ്പുള്ള പക്ഷെ എനിക്ക് ഡോക്ടർ അതെന്നെ കൊണ്ട് ചെയ്യിച്ചു. പക്ഷെ അത് എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല, കാലുവേദന ഉള്ള കാരണേ. അപ്പൊ ഡോക്ടർ പറഞ്ഞു അയ്യോ അത് കംപ്ലീറ്റ് ആക്കി നോക്കിയാലേ അത് അറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ടെസ്റ്റിന്റെ റിസൾട്ട് ശരിക്കും അത് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോ ഡോക്ടർ കാണുമ്പോൾ നമുക്ക് നമ്മുടെ കേസിൽ കുറച്ച് ഹാർട്ടിന്റെ അസുഖത്തിന് റിസ്കുകളുള്ള കാര്യങ്ങളുണ്ട്. അപ്പം മറ്റ് കാര്യങ്ങളൊക്കെ നോക്കി അതിൽ കുഴപ്പമൊന്നും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഹാർട്ടിന്റെ ആൻജിയോഗ്രാം തന്നെ എടുത്തു നോക്കുന്നതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പൊ അത് നമുക്ക് നേരെ ഇൻവേസീവ് ആയിട്ട് ഓപ്പറേഷൻ പോലെയുള്ള ആൻജിയോഗ്രാം വേണമെന്നില്ല. CT ആൻജിയോഗ്രാം സ്കാൻ പോലെയുള്ളത് അവൈലബിൾ ആണ്. അപ്പൊ CT ആൻജിയോഗ്രാം എടുത്തിട്ട് ഹൃദയത്തിലെ രക്തധമനികളിൽ കാര്യമായ ബ്ലോക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാവുന്നതാണ്. അതില്ല എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഇവാലുവേഷൻ നമ്മളുടെ കേസിൽ അത്ര എമർജൻസി ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് കാണുന്നില്ല. സാവകാശം നോക്കിയാൽ മതി. ഹൃദയത്തിലെ ബ്ലോക്ക് ഉണ്ടോ എന്നറിയാനായിട്ട് അടുത്ത പടിയായിട്ട് താങ്കൾക്ക് ഒരു CT ആൻജിയോഗ്രാം, താങ്കളുടെ കിഡ്നിയുടെ ഫംഗ്ഷൻ ഒന്നും പ്രശ്നമില്ല എങ്കിൽ ചെയ്യുന്നത് നന്നായിരിക്കും. ഡോക്ടർ, ഹൃദയാഘാതം വരാതെ എങ്ങനെ നമുക്ക് ആരോഗ്യം സംരക്ഷിക്കാം? അതുപോലെ തന്നെ എങ്ങനെ ഹാർട്ട് അറ്റാക്ക് വരാതെ നമുക്ക് ജീവിതശൈലിയിലൂടെ ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിക്കും? ഇതിൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ ഹൃദയാഘാതത്തിനുള്ള നമ്മളുടെ സാധ്യത എത്ര ആണെന്ന് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പൊ അതിൽ തന്നെ നമ്മൾ രോഗപ്രതിരോധത്തെ പറ്റി സംസാരിക്കുമ്പോൾ ഇതിൽ നമുക്ക് മോഡിഫൈ ചെയ്യാവുന്ന അല്ലെങ്കിൽ നമുക്ക് ഫലപ്രദമായ ഒരു ഇടപെടൽ നടത്താൻ പറ്റുന്ന റിസ്ക് ഫാക്ടേഴ്സ്, ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ അതിൽ ആദ്യമേ പറഞ്ഞ പോലെയുള്ള ജീവിതശൈലി രോഗങ്ങൾ, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, ഈ രോഗങ്ങളെയൊക്കെ തന്നെ നമ്മൾ സൈലന്റ് കില്ലേഴ്സ് എന്നാണ് പറയുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ശരീരത്തിൽ കൂടി വരുന്ന ആദ്യത്തെ സ്റ്റേജുകളിൽ ഒന്നും തന്നെ
നമുക്ക് യാതൊരുവിധ ശാരീരിക ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടുകയില്ല. അപ്പൊ ഇത് ആദ്യത്തെ സ്റ്റേജുകളിൽ തന്നെ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ഹെൽത്ത് ചെക്കപ്പുകൾ ചെയ്യുമ്പോഴാണ് സാധാരണയായി നമുക്കിത് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അത് ഒരു പരിധിയിൽ കൂടുതലുണ്ടെങ്കിൽ ആദ്യമൊക്കെ നമ്മൾ നല്ല രീതിയിലുള്ള ഭക്ഷണത്തിലുള്ള വ്യത്യാസം, വ്യായാമത്തിലുള്ള വ്യത്യാസം, ജീവിതശൈലിയിലുള്ള വ്യത്യാസം ഇതൊക്കെ ട്രൈ ചെയ്തതിന് ശേഷവും ഇത് കൺട്രോൾ ആവാത്ത അവസ്ഥയാണെങ്കിൽ നേരത്തെ തന്നെ മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്താൽ ഒരു പരിധി വരെ ഹൃദയാഘാതത്തിന്റെ തോത് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ഇത് ഒരുവിധപ്പെട്ട എല്ലാ പഠനങ്ങളിലും തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഇതുപോലെയുള്ള റിസ്ക് ഫാക്ടേഴ്സ് കുറയ്ക്കുന്നതിലൂടെ ഹൃദയാഘാതം തടയാൻ പറ്റും എന്നുള്ളത്. നമ്മൾ അത്രത്തോളം സ്ട്രെസ് കൊടുക്കാത്ത കുറച്ച് കാര്യങ്ങൾ, എന്നാൽ അത്ര തന്നെ പ്രാധാന്യമുള്ളതാണ് നമ്മളുടെ ജീവിതത്തിലെ മാനസിക സമ്മർദ്ദം, പിന്നെ നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിലുള്ള എയർ പൊല്യൂഷൻ, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് എത്രത്തോളം നമുക്ക് ഇന്നത്തെ ഒരു ജീവിതശൈലിയിൽ നമുക്ക് മാറ്റാൻ സാധിക്കും എന്നുള്ളതൊരു ചോദ്യചിഹ്നമാണ്. എന്നാൽ പോലും ജോലിയിലാണെങ്കിൽ തന്നെയും കോർപ്പറേറ്റുകളാണെങ്കിൽ തന്നെയും ഇതിനൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതായിട്ട് വരും. ജോലിഭാരം കുറയ്ക്കുന്നതിലും കൃത്യമായ ഉറക്കം കിട്ടുന്നതിലും ഒക്കെ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതായിട്ട് വരും. പിന്നെ ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മളെപ്പോഴും നമ്മുടെ വണ്ണം കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക, നല്ല രീതിയിൽ വ്യായാമം ചെയ്യുക, ഭക്ഷണ രീതികൾ ഫാസ്റ്റ് ഫുഡും എണ്ണയിൽ വറുത്ത് പൊരിച്ചത് അങ്ങനെയുള്ള ഡീപ് ഫ്രൈഡ് ഫുഡുകളും ഒക്കെ നമ്മുടെ ഈ ജീവിതശൈലി രോഗങ്ങൾക്കെല്ലാം വഴിതെളിക്കുകയും തന്മൂലം ഹാർട്ട് അറ്റാക്കിൽ എത്തിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതെല്ലാം മിതത്വം പാലിച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു ഭക്ഷണ രീതി, നല്ല വ്യായാമം, നമുക്ക് നമ്മുടെ ജോലി, അതുപോലെ എപ്പോഴും ഇരുന്നുള്ള ജോലിയാണെങ്കിൽ ഇടയ്ക്ക് എങ്ങനെയെങ്കിലും ആക്ടിവിറ്റി അതിൽ കൊണ്ടുവരാൻ സാധിക്കുക എന്നുള്ളതൊക്കെ ഫലപ്രദമായ ഇടപെടലുകൾ ചെയ്യാവുന്നതാണ്. ഡോക്ടർ, അതുപോലെ തന്നെ ഈ ഹൃദയാഘാതം വരുന്നതിന് മുമ്പ് ശരീരം കാണിച്ചു തരുന്ന ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്? നമുക്കിത് മുൻകൂട്ടി അറിയാൻ സാധിക്കുമോ? ഹൃദയാഘാതം മുൻകൂട്ടി അറിയുന്നത് ഈ പറഞ്ഞ ചെക്കപ്പുകളൊക്കെ എടുക്കുന്നതിലൂടെ ഹാർട്ടിന് അസുഖം വരാൻ റിസ്ക് ഉണ്ടോ എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി അറിയാം. പക്ഷെ ഹൃദയാഘാതം കൃത്യമായി നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ എപ്പോഴും പറ്റില്ല. പക്ഷെ അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹൃദയാഘാതത്തിന്റെ രോഗലക്ഷണങ്ങളെ പറ്റി വളരെ കൃത്യമായി ബോധവാന്മാരായിരിക്കണം. അതായത് സമയം വളരെ ഇമ്പോർട്ടന്റ് ആണ് ഹൃദയാഘാതത്തിൽ. കാരണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഹൃദയത്തിന്റെ പേശികളിലേക്കുള്ള രക്തയോട്ടം നിലയ്ക്കുന്ന അവസ്ഥയാണ് ഹാർട്ട് അറ്റാക്ക്. അപ്പോൾ അതിൽ ആ രക്തയോട്ടം നിലയ്ക്കുന്ന നിമിഷം മുതലുള്ള മിനിറ്റുകൾ വളരെ പ്രധാനമാണ്. നമുക്ക് മിക്കവാറും നമ്മൾ സാധാരണയായി എല്ലാവർക്കും കാണുന്ന നെഞ്ചുവേദന എന്ന് പറയുന്ന സിംറ്റമാണ് വരുന്നത്. വളരെ ശക്തമായ നെഞ്ചുവേദന പെട്ടെന്നായിരിക്കും ഉണ്ടാവുന്നത്. അപ്പൊ അത് സാധാരണ നമ്മൾ എപ്പോഴും ഇടതുവശത്തെന്ന് പറയുന്നെങ്കിലും മിക്കപ്പോഴും അത് നെഞ്ചിന്റെ മധ്യഭാഗത്തായിട്ടോ അല്ലെങ്കിൽ വലതുവശത്തായിട്ടോ ആയിരിക്കും അനുഭവപ്പെടുന്നത്. ഈ നെഞ്ചുവേദന അവിടെ തന്നെ ഒതുങ്ങി നിൽക്കണമെന്നില്ല. സാധാരണയായി ഇടത് കൈയിലോട്ടോ വലത് കൈയിലോട്ടോ താടി എല്ലുകളിലേക്കോ പല്ലിലേക്കോ ചിലപ്പോൾ പുക്കിൾ വരെയുള്ള സ്ഥലത്തേക്ക് നമുക്ക് ഈ വേദന അനുഭവപ്പെടാം. അതുപോലെ പ്രത്യേകിച്ച് സ്ത്രീകളിലും ഷുഗർ ഉള്ളവരിലും ഈ പറയുന്ന നമ്മൾ ടിപ്പിക്കലായിട്ട് പറയുന്ന ഈ നെഞ്ചുവേദനയും കാര്യങ്ങളും അനുഭവപ്പെടണമെന്നില്ല. അപ്പോൾ പെട്ടെന്നുണ്ടാകുന്ന അമിതമായ വിയർപ്പ്, തലകറക്കം, ക്ഷീണം, ശ്വാസം മുട്ട്, ഇതൊക്കെ സാധാരണ ഹാർട്ട് അറ്റാക്കുകൾ ഇത് പെട്ടെന്നാണ് ഡെവലപ്പ് ചെയ്യുന്നത്. മറ്റു കുഴപ്പമില്ലാതിരിക്കുന്ന വളരെ ആക്റ്റീവായിട്ടിരിക്കുന്ന ആളുകളിൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു സിംറ്റമാണ്. അങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടായാൽ എത്രയും പെട്ടെന്ന് തന്നെ അടുത്തുള്ള മെഡിക്കൽ ഫെസിലിറ്റിയിൽ നമ്മൾ എത്തിക്കുകയും ഒരു മെജോറിറ്റി കേസുകളിലും ഒരു ECG എടുക്കുന്നതിലൂടെ അറ്റ്ലീസ്റ്റ് നമുക്ക് മേജർ അറ്റാക്കുകളൊക്കെ തന്നെ നേരത്തെ തന്നെ നമുക്ക് ഡയഗ്നോസ് ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ ചില അറ്റാക്കുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ECGയും അതിനോടനുബന്ധിച്ചുള്ള ബ്ലഡ് ടെസ്റ്റുകളും ആദ്യത്തെ സ്റ്റേജുകളിൽ പലപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. അന്നേരവും നമ്മളുടെ ബുദ്ധിമുട്ട് മാറുന്നില്ലെങ്കിൽ തുടർന്നുള്ള ടെസ്റ്റുകളിലൂടെ ഇത് ഹാർട്ട് അറ്റാക്ക് ആണോ അല്ലയോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ പ്രധാനം എന്ന് പറയുന്നത് ഇതിലെ സമയമാണ്. ഈ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമ്മൾ വൈദ്യസഹായം തേടുക എന്നുള്ളതാണ്. അപ്പൊ അതിലേക്ക് നമുക്ക് ആദ്യമേ തരുന്ന കുറച്ച് കെയറുകളുണ്ട്. അത് തന്നിട്ട് നമ്മളൊരു കാർഡിയാക് ഫെസിലിറ്റി ഉള്ള ആശുപത്രിയിലേക്ക് പോകുന്നതാണ് എപ്പോഴും നല്ലത്. അടുത്ത് തന്നെ കാർഡിയാക് ഫെസിലിറ്റി ഉള്ള ആശുപത്രി ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അവിടെ എത്തുക എന്നുള്ളതാണ് നല്ലത്. നമുക്ക് കൃത്യമായി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിലും രോഗലക്ഷണങ്ങൾ നേരത്തെ മനസ്സിലാക്കാൻ സാധിക്കും. ഡോക്ടർ, ഞാനൊന്ന് ഇടപെടുകയാണ്. നമ്മോടൊപ്പം ഇപ്പോൾ ഒരു പ്രേക്ഷകൻ ചേരുകയാണ്. ശ്രീനാരായണപുരത്ത് നിന്നും ധർമ്മനാണ്. ധർമ്മൻ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ, എനിക്ക് 10 വർഷം മുൻപ് പറഞ്ഞോളൂ. അറ്റാക്ക് വന്നിട്ട് ഒരു ഇതുണ്ട്. ആൻജിയോപ്ലാസ്റ്റിയോ? 10 വർഷം മുൻപ് അറ്റാക്ക് വന്നിട്ട് ഒരു സ്റ്റെന്റ് ഇട്ടിട്ടുണ്ട്. ശരി. 10 വർഷം മുൻപ്. ഇപ്പോ അതെ, പറഞ്ഞോളൂ. ചെറിയ വേദന ഉണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് ചെറിയ വേദന ഉണ്ടാവും. അത് അറ്റാക്കിന്റെ ഭാഗമാണോ? അറ്റാക്കിന്റെ വേദനകൾ നമ്മൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്ന വേദനയാവാൻ സാധ്യത പൊതുവെ കുറവാണ്.
പക്ഷെ ഓൾറെഡി ആ നമുക്കൊരു അറ്റാക്ക് വന്ന് ബ്ലോക്ക് മാറ്റിയിട്ടുള്ള ആൾക്ക് ഇടയ്ക്കിടയ്ക്ക് നെഞ്ചുവേദന വരുന്നുണ്ടെങ്കിൽ അറ്റാക്കിന് മുമ്പുള്ള സ്റ്റേജുകളിൽ ഈ പറഞ്ഞ പോലെ രക്തയോട്ടം കാലക്രമേണയായിട്ട് കുറഞ്ഞാൽ ഈ പറഞ്ഞ ബുദ്ധിമുട്ട് വരാം. അത് പെട്ടെന്ന് വരുന്നതാണ് അറ്റാക്ക് എന്ന് പറയുന്നത്. അറ്റാക്ക് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നിരിക്കാൻ സാധ്യത കുറവാണ്. പക്ഷേ ഇപ്പൊ ഉണ്ടാകുന്ന ഈ ഇല്ല. ബുദ്ധിമുട്ട് ഹൃദയത്തിൽ പുതിയ ബ്ലോക്കുകൾ ഉണ്ടായത് കൊണ്ടാണോ അല്ലെങ്കിൽ പഴയ ബ്ലോക്കിൽ വീണ്ടും കൊഴുപ്പ് അടിഞ്ഞ് പുതിയ രക്തയോട്ട തടസ്സം വന്നിട്ടുണ്ടോ എന്നറിയാൻ ടെസ്റ്റുകൾ ചെയ്തു നോക്കണം. അത് ശരിയാ. അപ്പോ ഡോക്ടറെ ഉം. കാണണം അല്ലേ? ഡോക്ടറെ കാണണം. എന്തായാലും കൃത്യമായ ഫോളോ അപ്പ് എടുക്കുന്നില്ലേ? അറ്റാക്ക് വന്നതിന് ശേഷം നമ്മൾ സാധാരണ 10 ഇല്ല, വർഷമൊക്കെ ആയെങ്കിൽ 6 മരുന്ന് മാസത്തിൽ ഒരിക്കലോ. മരുന്ന് കഴിക്കുന്നുണ്ട്. ഹലോ, ഈ സ്റ്റെഡിലെ ഒരു മരുന്ന് ഗുളികയുണ്ട്. കഴിക്കുന്നുണ്ട്. ഒരു ഗുളികയുണ്ട് ആ ഈ ആ 12 അടിക്കാൻ. പറഞ്ഞോളൂ. ആ ഈ ഒരു സാധാരണ ഗുളിക 10 വർഷം കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞാല് ഒരു ഗുളിക 10 വർഷം ഒരു ഗുളിക കഴിഞ്ഞ് ഈ കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത അറ്റാക്കുകളിൽ ഒരു ഗുളിക കഴിച്ചാൽ മതിയാവും. പക്ഷേ വർഷത്തിൽ ഒരിക്കലെങ്കിലും പ്രോപ്പർ ആയിട്ടുള്ള ഒരു ചെക്കപ്പ് ഒരു കാർഡിയോളജി ഡോക്ടറിനെ കാണിച്ച് എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഡോക്ടർ, പ്രേക്ഷകന് മനസ്സിലായി എന്ന് കരുതുന്നു. ഡോക്ടർ കുറച്ചു മുൻപേ രോഗലക്ഷണങ്ങളെക്കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ ഇത്തരം ലക്ഷണങ്ങൾ ശരീരം കാണിച്ചാൽ അല്ലെങ്കിൽ ഹൃദയാഘാതം വന്നാലുടൻ നമ്മൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ചെയ്യരുതാത്തത് എന്തൊക്കെയാണ്? ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എത്രയും പെട്ടെന്ന് ഒരു മെഡിക്കൽ ഫെസിലിറ്റിയിൽ എത്തുക എന്നുള്ളത് തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളൊരു ഡോക്ടറെ അവിടെ ഇത് കാണുമ്പോൾ രോഗിയുടെ പൾസ്, BP എന്നിവ ആദ്യം നോക്കുന്നതാണ്. അപ്പോൾ ഹാർട്ട് അറ്റാക്കിന് ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞ സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആദ്യത്തെ ഇതിൽ തന്നെ നെഞ്ചിടിപ്പ് കുറയുകയോ BP കുറയുകയോ അങ്ങനെ ഉള്ള സാഹചര്യം ഉണ്ടെങ്കിൽ അതിനുള്ള മരുന്നും സ്റ്റാർട്ട് ചെയ്ത് ഒരു ECG എടുത്ത് അതിൽ മേജർ അറ്റാക്കിന്റെ ചേഞ്ചസ് കാണിക്കുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾക്കൊരു കുറച്ച് രക്തം കട്ടി കുറയ്ക്കാനുള്ള മരുന്നുകളും തന്ന് എത്രയും പെട്ടെന്ന് ഹാർട്ടിന്റെ ഒരു സെന്ററിലേക്ക് ഏതൊരു ഡോക്ടറും റെഫർ ചെയ്യാന്നുള്ളതായിരിക്കും ആദ്യപടിയായി ചെയ്യുന്നത്. ആ ആദ്യത്തെ സ്റ്റെപ്പുകൾ അങ്ങനെ നമുക്ക് ആ ഫസ്റ്റ് എയ്ഡായിട്ട് കിട്ടുന്ന കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ പുതിയ ഒരു ഹാർട്ടിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ നമ്മളെ അറ്റാക്കിന്റെ നമ്മളെ അടവുണ്ടായത് ചെറിയ ബ്രാഞ്ചിലാണോ വലിയ ബ്രാഞ്ചിലാണോ, പരിപൂർണമായിട്ടുള്ള ബ്ലോക്കാണോ ഭാഗികമായിട്ടുള്ള ബ്ലോക്കാണോ എന്നുള്ളതനുസരിച്ച് നമ്മളുടെ ഇതിന്റെ സിവിയറിറ്റി, തീവ്രത വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പൊ നമ്മൾ മൈനർ അറ്റാക്ക്, മേജർ അറ്റാക്ക് എന്നൊക്കെ പറയില്ലേ, അതിന്റെ അനുസരിച്ചാണ് ട്രീറ്റ്മെന്റ് മുമ്പോട്ട് പോകുന്നത്. മേജർ അറ്റാക്കുകളിലൊക്കെ ആണെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ ഈ ഉണ്ടായ അടവ് തുറന്നു കൊടുക്കുക എന്നുള്ളതാണ് അതിലെ ഫലപ്രദമായ ചികിത്സ. സാധാരണഗതിയിൽ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്ന എമർജൻസി ആയിട്ടുള്ള ആൻജിയോപ്ലാസ്റ്റിയാണ് ഏറ്റവും നല്ല ചികിത്സ നിലവിൽ ലഭ്യമായിട്ടുള്ളത്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ ആൻജിയോപ്ലാസ്റ്റി നമുക്ക് കിട്ടുന്ന ഒരു സ്ഥലത്തെത്താൻ 2 മണിക്കൂറിലധികം സമയം വേണം എന്നുള്ള ഒരു സാഹചര്യമാണെങ്കിൽ ഈ ഹൃദയത്തിലുണ്ടായ രക്തക്കട്ട അലിയിച്ചു കൊടുക്കാനുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള മരുന്നുകളും ലഭ്യമാണ്. ആൻജിയോപ്ലാസ്റ്റി അവൈലബിൾ അല്ലെങ്കിൽ ആ ഒരു ഓപ്ഷനിലേക്കും പോകാവുന്നതാണ്. ഇതിൽ ഏത് ചികിത്സയാണെങ്കിൽ തന്നെയും സമയമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. പിന്നെ നമ്മൾ ചെയ്യരുതാത്ത എന്താണെന്ന് കരുതിയാൽ നമ്മൾ പലപ്പോഴും സംഭവിക്കുന്നത് ഗ്യാസ് ആണ് എന്ന് സ്വയമായിട്ടൊരു തീരുമാനമൊക്കെ എടുത്തിട്ട് നമ്മൾ അങ്ങനെ ഇരിക്കും. അപ്പോൾ അത് വളരെ കൂടി നമുക്ക് ഒട്ടും വയ്യാത്തൊരു സാഹചര്യം ആകുമ്പോൾ ആശുപത്രിയിൽ എത്തുന്ന ഒരു പ്രവണതയുണ്ട്. അങ്ങനെയുള്ളപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ മുഴുവനായിട്ട് അടഞ്ഞ ഒരു രക്തക്കുഴലാണെങ്കിൽ ഒരു 24 മണിക്കൂർ മുതൽ 48 മണിക്കൂർ കൊണ്ട് ആ ഹാർട്ടിന്റെ അത്രയും ഏരിയ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റാത്ത രീതിയിൽ ചിലപ്പോൾ ഡാമേജ് ആയി പോകും. അപ്പൊ അതൊരിക്കലും ചെയ്യാതിരിക്കുക. ആയാസമുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തുക എന്നുള്ളത് മാത്രമാണ് ചെയ്യാൻ സാധിക്കുന്നത്. ഡോക്ടർ, അതുപോലെ തന്നെ ഹൃദ്രോഗം വന്നിട്ടുള്ളവർ അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ഹൃദയാഘാതം വന്നിട്ടുള്ളവർ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? അവരുടെ ഭക്ഷണം, വ്യായാമം പോലുള്ള കാര്യങ്ങളിലൊക്കെ എന്തൊക്കെ ശ്രദ്ധ ചെലുത്തണം? നമ്മൾ ഹൃദയാഘാതം വന്നിട്ടുള്ളവരെ എന്ന് ഒരൊറ്റ ബ്ലാങ്കറ്റ് ആയിട്ട് ഒരു ഗ്രൂപ്പായിട്ട് പറയുന്നെങ്കിലും അതിൽ ഒരുപാട് ടൈപ്പ് ആളുകളുണ്ട്. അതായത് ഹൃദയാഘാതം ഇപ്പൊ ചെറിയ ഒരു അറ്റാക്ക് വന്ന ആള് കൃത്യസമയത്ത് ചികിത്സയെടുത്ത് ബ്ലോക്ക് എല്ലാം മാറ്റി അങ്ങനെയുള്ള ഒരാൾക്ക് ശരിക്കും ഏകദേശം നോർമൽ ആയിട്ടുള്ള ഒരു ലൈഫ് തന്നെ ഏകദേശം ഒരു 2 ആഴ്ചയ്ക്ക് അപ്പുറം നമുക്ക് ലീഡ് ചെയ്യാവുന്നതാണ്. പിന്നെ കുറച്ച് മരുന്നുകൾ നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുകയും പിന്നെ ശരീരത്തിൽ ഈ പറഞ്ഞ കൊളസ്ട്രോളിന്റെ ഒക്കെ അളവ് മറ്റുള്ള ആളുകളെക്കാൾ കുറച്ചുകൂടി ടൈറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യുകയും കൃത്യമായ വ്യായാമവും കാര്യങ്ങളും തുടരുകയും ചെയ്യാം. എന്നാൽ അതേസമയം തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരുപാട് ലേറ്റ് ആയിട്ട് വരുന്ന ആളുകൾ, കാർഡിയാക് അറസ്റ്റ്, ഹാർട്ട് ഫെയിലർ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ വരുന്ന രോഗികൾ നമ്മൾ ജീവൻ രക്ഷിക്കുന്ന ചികിത്സകൾ ചെയ്ത് ഡിസ്ചാർജ് ആയെങ്കിൽ പോലും ആദ്യത്തെ ഒരു 6 മാസം, ഒരു വർഷക്കാലമൊക്കെ ഹൈ റിസ്ക് ആളുകൾ തന്നെയാണ്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഡിസ്ചാർജ് ആവുന്ന സമയത്ത് രോഗികൾക്ക് അതിനനുസരിച്ചുള്ള ഒരു അഡ്വൈസ് നൽകും. അധികം വെയിറ്റ് എടുക്കാൻ പാടില്ല, അധികം സ്റ്റെപ്പ് കയറാൻ പാടില്ല. പിന്നെ അങ്ങനെയുള്ളവർക്ക് ശരിക്കും വെള്ളം കുടിക്കുന്നതിലും ഭക്ഷണം കഴിക്കുന്നതിലും വരെ നിയന്ത്രണങ്ങളുണ്ട് അതിന്റെ എമൗണ്ടിൽ. പിന്നെ ജനറൽ ആയിട്ട് നമ്മൾ എപ്പോഴും ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാൻ
ശ്രമിക്കണമെന്ന് നേരത്തെ നമ്മൾ ചർച്ച ചെയ്തിരുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ ഊന്നൽ നൽകി ഹാർട്ട് അറ്റാക്ക് വന്ന രോഗികൾ നോക്കേണ്ടതാണ്. അതിനു പുറമെ മരുന്നാണ്. ഒരു തവണ ഒരു വലിയ അറ്റാക്ക് വന്നിട്ടുള്ള ആളാണെങ്കിൽ ആദ്യത്തെ ഒരു വർഷം മരുന്നുകൾ കുറച്ച് കൂടുതലുണ്ടാവും. ഒരു വർഷം കഴിഞ്ഞാൽ 1-2 ഗുളികകൾ മിക്കവാറും ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടതായിട്ട് വരും, വീണ്ടും ഒരു അറ്റാക്ക് വരാതിരിക്കാനായിട്ട്. അതൊരു ഡോക്ടറെ കണ്ടിട്ടാണ് തീരുമാനിക്കേണ്ടത്. ഹലോ ഡോക്ടറിന്റെ ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇത്രയും നേരം നമ്മോടൊപ്പം ഹൃദയാഘാതത്തെക്കുറിച്ച് സംസാരിച്ചതും അതുപോലെ തന്നെ പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് ഉത്തരം നൽകിയതും പത്തനംതിട്ട അടൂർ ലൈഫ് ലൈൻ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റും ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റുമായ ഡോക്ടർ ശ്യാം ശശിധരനാണ്. ഡോക്ടർ നന്ദി. ഹലോ ഡോക്ടറിന്റെ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി.